ന്യൂസ് ആൻഡ് വ്യൂസ് ഇനി പരിശോധിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും പുതിയ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് ലോക രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കും, ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയം എങ്ങനെ ഇനി മുന്നോട്ട് പോകും, ഇൻഡോ പാക് രാഷ്ട്രീയം എങ്ങനെ അന്തർദേശീയ തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് വിദേശകാര്യ വിദഗ്ധൻ MK ഭദ്രകുമാർ, കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ, BJP നേതാവ് PS ശ്രീധരൻപിള്ള എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ശ്രീ MK ഭദ്രകുമാർ, ഇന്ത്യ ഉറിക്ക് മറുപടി നൽകി അതിർത്തി കടന്ന് ഭീകരരെ പിന്തുണയ്ക്കുന്നവരെയും ഭീകരരെയും വധിച്ചു. രാഹുൽ ഗാന്ധി പോലും പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു. 2.5 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി ചെയ്ത ഏറ്റവും വലിയ കാര്യം, ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട്, ഒരേ ഒരു ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ സർക്കാർ മുന്നോട്ട് ഇന്നത്തെ യുദ്ധപ്പിറ്റേന്ന് കടത്തി വിടുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ ദിവസം, ഒരു ദിവസം കഴിഞ്ഞുള്ള ഈ മണിക്കൂറുകളിൽ കുറച്ചുകൂടി സ്വസ്ഥമായി ഈ വിദേശകാര്യ പ്രശ്നങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ പ്രതികരിക്കാൻ അങ്ങേക്ക് തോന്നുന്നു? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ വ്യക്തിയോട് ഞാൻ ആ ചുമതല ഞാൻ അങ്ങോട്ട് കൈമാറുകയാണ്. എന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞതെന്ന്. കോൺഗ്രസ് പാർട്ടിയുടെ സർക്കാരുകൾ അധികാരത്തിലിരിക്കുന്ന സമയവും പണ്ടത്തെ BJP ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയവും ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്ത് ഇത്തരത്തിൽ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. 90കളിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. 90കളിൽ നടന്നിട്ടുണ്ട്. അന്ന് കാശ്മീരിൽ വളരെ വലിയ തോതിലുള്ള ഇൻസർജൻസി ഉണ്ടായിരുന്നു. പിന്നെ 2004 ശേഷം, അതായത് ഒരു കാര്യമുണ്ട്, 2003 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ധാരണയുണ്ടായി ഈ ലൈൻ ഓഫ് കൺട്രോളിൽ സീസ് ഫയർ വേണമെന്ന്. അതിനുശേഷം ഇങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് നാൾ ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ 2007 2008 വീണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള ആക്ഷൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ എന്തെങ്കിലും അസഹനീയമായിട്ടുള്ള പെരുമാറ്റം ആ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ അതിനൊരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ഒരു തിരഞ്ഞെടുത്ത ഒരു സർക്കാരിന് ചെയ്യേണ്ടി വരും. അത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉള്ള സവിശേഷത അത്തരത്തിലുള്ള ഒരു കോവേർട്ട് ഓപ്പറേഷനെ ഡീക്ലാസിഫൈ ചെയ്തു. അത് മാധ്യമങ്ങൾക്ക് കൈമാറി. അപ്പോൾ അതിലുള്ള അപകടം എന്ന് വെച്ചിരുന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടന്നത് എന്താണെന്നുള്ളത് ഒരു രീതിയിൽ അതോറിറ്റേറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ വളരെ വലിയ തോതിൽ ഊഹാപോഹങ്ങളും വന്നുകൂടിയിരിക്കുകയാണ്. നാടകീയമായിട്ടുള്ള വിശദീകരണങ്ങളും മറ്റും. ഇന്നലെ ഞാനൊരു മലയാളം ചാനലിൽ പങ്കെടുത്തു. പലതും ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ അറിയുന്നത്. ഡൽഹിയിലിരിക്കുന്ന ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അത്ര നാടകീയമായിട്ട് ഇതിനെ ചിത്രീകരിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളുടെ സംസ്കാരത്തിലോട്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് പുതുമയുള്ള ഒരു സംഭവം അല്ല. കോൺഗ്രസ് പാർട്ടിയുടെ സർക്കാരിൻ്റെ സമയത്തും ഇതേപോലെ തന്നെയായിരുന്നു സമീപനം. എത്രത്തോളം ശ്രീ രാഹുൽ ഗാന്ധിക്ക് അത് അറിവുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ശ്രീ മൻമോഹൻ സിംഗിന് അറിവുണ്ടായിരുന്നിരിക്കണം. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിരുന്ന ശ്രീ ശിവശങ്കർ മേനോന് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒബ്ജക്റ്റീവ് പാകിസ്ഥാനായിട്ട് സിഗ്നൽ ചെയ്യണമെന്നുള്ളതാണ്. അതായത് ഒരു ത്രെഷോൾഡിൽ കൂടുതൽ അവർ പെരുമാറുകയാണെങ്കിൽ നമ്മൾ അത് റിറ്റാലിയേറ്റ് ചെയ്യും. എക്കോ വരുന്നത് കേട്ടോ. പറഞ്ഞോളൂ ശ്രീ ഭദ്രകുമാർ, അത് ശരിയാക്കിക്കൊള്ളാം. അപ്പോൾ
അതെ. അപ്പോൾ ചില സമയത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ആളുകൾ അപ്പുറത്ത് കടന്നിട്ട് ഒരു HMT വാച്ചോ ഒരു സിറ്റിസൺ വാച്ചോ ഒരു ഇന്ത്യൻ പാക്കറ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ ഒരു സിഗരറ്റിൻ്റെ കൂടോ വല്ലതും രാത്രി അവിടെ നമ്മൾ ആക്രമിച്ച സ്ഥലത്ത് നമ്മൾ ഇട്ടിട്ട് പോരും, നമ്മളവിടെ ചെന്നിരുന്നു എന്നുള്ളത് അവരെ അറിയിക്കാനായിട്ട്. ആ രീതിയിലുള്ള ഒരു പെരുമാറ്റച്ചിട്ട ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും നമ്മളിത് പുറത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നിയത് ഇത് എന്തിനാണിത് മാധ്യമങ്ങളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞതും മറ്റും എന്ന് വെച്ചിരുന്നാൽ, ഡിപ്ലോമാറ്റിക് തലത്തിലോട്ട് മാറ്റുമ്പോഴും ഒരു നിമിഷം ശ്രീ ഭദ്രകുമാർ, ആ സാങ്കേതിക പ്രശ്നം കൂടി തിരുത്തിയിട്ട് തിരിച്ചങ്ങയിലേക്ക് തന്നെ വരാം. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ശ്രീ MK ഭദ്രകുമാർ പറഞ്ഞത് അങ്ങ് കേട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഭാഗം ഞാനൊന്ന് അങ്ങയെ ഒന്ന് അറിയിക്കട്ടെ. ശ്രീ ഭദ്രകുമാറിൻ്റെ നിരീക്ഷണത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥയിൽ ഇന്ത്യ അവകാശപ്പെടുന്ന പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ മാത്രം അറിയുന്നതാണ്. ഇത് ഔദ്യോഗികമായൊരു വിശദീകരണത്തിൽ ഈ കാര്യങ്ങളൊന്നുമില്ല. മാധ്യമങ്ങളുടെ നാടകീയമായ അവതരണം, അതെല്ലാ മാധ്യമങ്ങളെയും പറയാൻ സാധിക്കുമോ എന്നറിയില്ല. ചില മാധ്യമങ്ങളെങ്കിലും അതിനാടകീയമായി ഒരു ചിത്രകഥ അവതരിപ്പിക്കുന്നത് പോലെ ഈ സാഹചര്യത്തെ അവതരിപ്പിച്ചത് ഇപ്പോഴത്തെ ഒരു വിജയ അവകാശവാദത്തെ വളരെയധികം പെരുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസിൻ്റെ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോലും ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് നന്ദി പറയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇതാണ് ശ്രീ MK ഭദ്രകുമാർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ശ്രീ PS ശ്രീധരൻപിള്ള. ഭദ്രകുമാറിന് എങ്ങനെ പ്രത്യേകമായ വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല. നമ്മുടെ രാജ്യത്തായാലും ലോകത്തേത് രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും ഒരു സംഭവത്തെക്കുറിച്ച് പാകിസ്ഥാനിലെ പത്രങ്ങൾ പറയുന്നതാണ് കൂടുതൽ വിശ്വസനീയമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവരോട് സഹതപിക്കാനേ സാധിക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്ത് നമ്മുടെ എല്ലാവരും മിലിറ്ററിയോട് ബന്ധപ്പെട്ടവരും അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കേണ്ട ആളുകളും നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് മിക്കവാറും പ്രധാന പ്രതിപക്ഷവും എല്ലാവരും ചേർന്നുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം നൽകിയിട്ടുള്ള വിവരം, ആ വിവരങ്ങളൊന്നും വിശ്വസനീയമല്ല എന്നൊരാൾക്ക് തോന്നുന്നുവെങ്കിൽ നമുക്കതിനെ സംബന്ധിച്ചിടത്തോളം ഖണ്ഡിക്കാനോ വാദിക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല. കാരണം ഇതിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള, അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള പാകിസ്ഥാൻ അനുകൂലമല്ലാത്ത മാധ്യമങ്ങൾ വന്നിട്ടുള്ള ലോകരാജ്യങ്ങളെ, അമേരിക്ക ഉൾപ്പെടെ അല്ലെങ്കിൽ UN ബന്ധപ്പെട്ടവർ, അതുപോലെ പാകിസ്ഥാനിലെ ആൾക്കാരെ എല്ലാം ഔപചാരികമായ വിവരങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അറിയിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടുത്തെ രാജ്യമാണ്, ഇതൊരു രാഷ്ട്രീയ പാർട്ടി അല്ല, അതിൽ വരുന്ന പ്രധാനമന്ത്രി ഏത് പാർട്ടി മറ്റെന്നുള്ളതല്ല. രാജ്യം ഒറ്റക്കെട്ടായി അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാട് സ്വീകരിക്കുകയും അതിൽ പാകിസ്ഥാൻ്റെ നിലപാട് 3 തരത്തിലാണ് പറഞ്ഞതെന്നുള്ളത് ഇന്നലത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ആദ്യം പറഞ്ഞതും 38 ആളുകൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് പറഞ്ഞതും ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ വ്യക്തിപരമായ ആ നിലപാട് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനപ്പുറത്ത് അതിന് ഒരു പ്രാധാന്യവും നൽകാൻ ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ, ഞാൻ പാർട്ടിയുടെ അഭിപ്രായത്തിലൊന്നും ഇത് പറയുന്നില്ല, കാരണം ഇത് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ പാകിസ്ഥാൻ്റെ നിലപാട് ഭീകരവാദത്തെ പിന്താങ്ങിക്കൊണ്ട് ഭീകരരാജ്യമായി ഒരു അൺഡിക്ലെയർഡ് വാർ നമുക്കെതിരായിട്ട് നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ പട്ടാളക്കാർ നഷ്ടപ്പെടുകയും നമ്മുടെ രാജ്യത്തിന് വളരെ ക്ഷതമുണ്ടാകുകയും ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ആ ഒരു നിലപാടിന് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. എനിക്ക് ബഹുമാനപ്പെട്ട അദ്ദേഹത്തോട് പറയാനുള്ളത്, ലോക വ്യവസ്ഥിതി നോക്കുമ്പോൾ, ലോകക്രമം പരിശോധിക്കുമ്പോൾ നീതിബോധത്താൽ എല്ലാം കാര്യങ്ങൾ പോകേണ്ടതാണ്. പക്ഷേ നീതിബോധത്തെക്കാൾ ലോകക്രമത്തിൽ രാജ്യ താല്പര്യങ്ങളാണ് നയിക്കപ്പെടുന്നത്. രാജ്യ താല്പര്യങ്ങളാണ് നയിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്ത് അവർ അറ്റാക്ക് ചെയ്ത സംഭവമുണ്ട്. അതിനുശേഷം അതിന് തിരിച്ചടിയെന്നാണോ 10 ദിവസം കഴിഞ്ഞ ശേഷം ചെയ്യുന്നു, എല്ലാവരുമായി ആലോചിക്കുന്നു. ഇതിൻ്റെ പേരിൽ ഒരു BJP അല്ല, നാളെ ആ സ്ഥാനത്ത് കോൺഗ്രസ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യും, എല്ലാവരും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന ചരിത്രമേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 71 നഗർവാല കേസിനോട് ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയെ അതിന് തൊട്ട് മുമ്പ് നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വാജ്പേയി ഏറ്റവും വലിയ അഴിമതിക്കാരിയായി ചിത്രീകരിച്ച് അവർ തമ്മിൽ വലിയ അസ്വാരസ്യമുണ്ടായ പാർലമെൻറ്റ് നമുക്കറിയാം.
പക്ഷേ 71-ലെ യുദ്ധമുണ്ടായപ്പോൾ ആ രാഷ്ട്രീയ എതിരാളിയെ ദുർഗാദേവിയായി ചിത്രീകരിച്ചു. ഇതാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ ചരിത്രം, രാജ്യ താല്പര്യം അതാണ്. അതിന് വ്യത്യസ്തമായി അദ്ദേഹം ചിന്തിക്കുന്നെങ്കിൽ അതിനകത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുന്നു. യെസ്, ശ്രീ പി എസ് ശ്രീധരൻപിള്ള തിരിച്ചെത്താം. ഷാനിമോൾ ഉസ്മാനിലേക്ക് ഞാൻ വരാം. നേരത്തെ ശ്രീ ഭദ്രകുമാർ പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിലാണ് സാങ്കേതിക പ്രശ്നമുണ്ടായി കാര്യങ്ങൾ മാറിയത്. അതുകൊണ്ട് ഞാൻ ശ്രീ ഭദ്രകുമാറിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. ശ്രീ ഭദ്രകുമാർ, ഇവിടെ ഇപ്പോൾ ശ്രീ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇത് ഒരുപക്ഷേ രാജ്യത്തെ ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യത്തെ കാണാതെ പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത് എന്ന രീതിയിലേക്കാണ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള താങ്കളുടെ വിശകലനത്തെ കണ്ടത്. അദ്ദേഹത്തിന് ഏത് രീതിയിലും വിശദീകരിക്കാൻ അദ്ദേഹത്തിന് അതിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ള, ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ സംശയം പ്രകടിപ്പിച്ചിട്ടില്ല. അതാണ് സത്യം. അദ്ദേഹം അത് കേട്ടിരുന്നുവെങ്കിൽ, ശ്രദ്ധിച്ച് കേട്ടിരുന്നുവെങ്കിലും, എൻ്റെ മലയാളം പറയുന്നത് മനസ്സിലാവുമെങ്കിലും, ഞങ്ങളുടെ തിരുവിതാംകൂറിലുള്ള മലയാളം മനസ്സിലാവുമെന്ന് അദ്ദേഹത്തിന് അത് മനസ്സിലായേനെ. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള തിരിച്ചടി ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സർക്കാർ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. കൊടുത്തിട്ടുണ്ട്, പണ്ടുകാലങ്ങളിലും കൊടുത്തിട്ടുണ്ട്, 90കളിലും കഴിഞ്ഞ ഡെക്കേഡിലും ഇത് ചെയ്തിട്ടുണ്ട്, ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടന്നിരിക്കുന്നതിൻ്റെ ഒരേ ഒരു സവിശേഷത, ആ സംഭവം നടന്നതിനെക്കുറിച്ച് അത്തരത്തിലുള്ള ഒരു കൊവേർട്ട് ഓപ്പറേഷനെ ആദ്യമായിട്ട് നമ്മൾ ഡീക്ലാസിഫൈ ചെയ്ത് മാധ്യമങ്ങൾക്ക് പകർന്നു കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയ വിവരങ്ങളൊന്നും അല്ല. ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ ഇന്ന് പത്രങ്ങളിൽ വരുന്നുണ്ട്. ഏതെല്ലാം പത്രം ശ്രീ ശ്രീധരൻപിള്ള വായിക്കുന്നു, പത്രം വായിക്കാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഇന്ത്യയിലെ പത്രങ്ങളിൽ ഇത് വന്നിട്ടുള്ള വാർത്തകളാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇത് പരസ്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഇത് പണ്ടുകാലങ്ങളിലും ഈ സംഭവം നടന്നിട്ടുണ്ട്, ഇത് പുതുതായിട്ട് നടന്ന ഒരു സംഭവമായിട്ട് ചിത്രീകരിക്കുന്നത് അസത്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, അതിൻ്റെ കാര്യമില്ല. അതെന്തുകൊണ്ടാണ് അത് ചെയ്യരുതെന്നുള്ളതിനെ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ അതിനും വിശദീകരിച്ച് തരാം. ഞാൻ വീണ്ടും പറഞ്ഞത്, ശ്രീ രാഹുൽ ഗാന്ധി അനുമോദിക്കുന്ന സമയം അദ്ദേഹത്തിന് തന്നെ അറിയുന്നോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി സർക്കാരിലിരിക്കുന്ന സമയത്തും ഇത്തരം രീതിയിൽ വളരെ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് പാകിസ്ഥാനോട് പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യം നമ്മൾക്കുണ്ട്, അത് ആവശ്യവുമാണ്. ഊറിയെ പോലെയുള്ള ഒരു അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു റിറ്റേലിയേഷൻ തീർച്ചയായിട്ടും വേണം. മോറലായിട്ട് വേണം, പ്രിൻസിപ്പിൾഡായിട്ട് വേണം, സ്ട്രാറ്റജിക്കായിട്ട് വേണം. അതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ എൻ്റെ രാജ്യസ്നേഹത്തിന് ഒന്നും ശ്രീധരൻപിള്ള ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് കൈമാറിയത് എന്നുള്ളത് സർക്കാരിൽ നിന്ന് വിശദീകരിക്കേണ്ട കാര്യമാണ്. സർക്കാരിൻ്റെ അടുത്ത ഒരു തീരുമാനമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കോവേർട്ട് ഓപ്പറേഷൻ നാടിലെല്ലാം അറിയിക്കണം, എല്ലാ ടെലിവിഷൻ ചാനലിലും ഇതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാക്കണം. അതിശയോക്തിപരമായിട്ട് പല ചാനലുകളിലും പലതും പറയുന്നുണ്ട്. അതൊക്കെ എന്തിനാണ് അതിലോട്ട് കടന്നതെന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് വിശദീകരിക്കുന്നത്. ഓപ്പറേഷൻ അതിശയോക്തിപരമായ പല കാര്യങ്ങളിലേക്കും കടന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിശദീകരണം ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ കേട്ടതിൽ അതിശയോക്തിപരമായിട്ടുള്ളത്? കൃത്യമായി നമുക്ക് ഇന്ത്യ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമാണ് അല്ലെങ്കിൽ ഇത്രയും ഉണ്ട് എന്ന് പറഞ്ഞു വെക്കാൻ പറ്റുന്നത് എന്താണ്? അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തെല്ലാം ചുരുക്കി പറയുകയാണെങ്കിൽ? ഇൻ്റലിജൻസ് ഏജൻസീസും പട്ടാളങ്ങളും അവർക്കൊക്കെ അവരുടെ പ്രൊഫഷണൽ പ്രൈഡുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിറ്റേലിയേറ്റ് ചെയ്യുന്നു, പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുന്നു. ഊറിയ കണക്കിനുള്ള ഒരു ഹൊറിഫിക് അറ്റാക്ക് അവർ നടത്തുകയാണെങ്കിൽ അതൊരു വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അവരെ കൊണ്ട് മനസ്സിലാക്കുന്നു. ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ്. അതിനെ നമ്മൾ പബ്ലിസിറ്റി തലത്തിലോട്ടും പ്രോപ്പഗാൻഡ തലത്തിലോട്ടും മാറ്റി അതിനെക്കുറിച്ച് ട്രയംഫലിസ്റ്റ് ആകുകയാണെങ്കിൽ അവരെ ചൊടിപ്പിക്കത്തേ ഉള്ളൂ. അപ്പോൾ അവരെ ചൊടിപ്പിക്കുന്ന സമയം അതിന് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷൻ റിയാക്ഷൻ സിൻഡ്രോമിലോട്ട് നമ്മൾ കടക്കും. ഇന്നലെ നമ്മൾ ചെയ്തതെന്താണ്? വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ സംഭവം നടന്നതിന് ശേഷം നമ്മുടെ DGMO പാകിസ്ഥാനിലെ DGMOവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് വിശദീകരിച്ചു.
ഇതൊരു ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷനായിട്ട് അദ്ദേഹം അതിനെ ചിത്രീകരിച്ചു. അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്? അവരെ സാന്ത്വനപ്പെടുത്താനാണ് നമ്മൾ നോക്കുന്നത്. അവർക്ക് ഇതുമായി റിയാക്ട് ചെയ്യാനുള്ള യാതൊരു ജസ്റ്റിഫിക്കേഷനും ഇൻ്റർനാഷണൽ ലോയിൽ കൊടുക്കാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. വളരെ ശരിയാണ്, ആ രീതിയിൽ തന്നെയാണ് ചെയ്തത്. സൈന്യത്തിന് യുദ്ധമെന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണ്. നമ്മൾക്കിങ്ങനെ ഈ ടി വിയിലിരുന്ന് ചർച്ച ചെയ്യാം. അവരെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്, ഒരു യുദ്ധത്തിലോട്ടോ മറ്റോ കടക്കുന്നത്. അതുകൊണ്ട് അവർ അങ്ങേയറ്റം ഉത്തരവാദിത്വബോധത്തോടു കൂടിയാണ് DGMO അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാനി കൗണ്ടർപാർട്ടുമായിട്ട് ബന്ധപ്പെട്ടത്. പക്ഷേ അതിനുശേഷം ഇവിടെ വന്ന ചർച്ചകൾ വളരെ വളരെ നാടകീയമായിട്ടുള്ള ചർച്ചകളാണ്. അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. അത് ഞാൻ ഇന്നലെ തന്നെ ഞാൻ സ്തംഭിച്ചു പോയി ഒരു ടെലിവിഷൻ ചാനലിൽ ഞാൻ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ. അതൊന്നും ഇവിടെ ഡൽഹിയിൽ പോലും ഇല്ലാത്ത വിവരങ്ങളാണ് തിരുവനന്തപുരത്തുള്ളവർ പറയുന്നത്. അപ്പോൾ അതിലൊന്നും കടക്കാതെ ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോറിറ്റേറ്റീവായിട്ട് DGMOയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതിനുശേഷം DGMO പാകിസ്ഥാനുമായിട്ട് സംസാരിച്ചതിനെക്കുറിച്ചുള്ള വിവരവും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മേലിൽ നമ്മൾ ചർച്ച ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ യാതൊരു തർക്കവുമില്ല. രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ശ്രീധരൻ പിള്ളയെ പോലെ തന്നെ രാജ്യസ്നേഹം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ യാതൊന്നും സംശയിക്കേണ്ട. റിറ്റേലിയേഷൻ വേണമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അല്ലാതെ പാകിസ്ഥാന് വേണ്ടിയൊന്നും വാദിക്കുന്ന ഇങ്ങനെ വെറുതെ ആളുകളെ ചെറിയെറിയരുത്. ശരി, ഒരു വ്യക്തി ചെളിയെറിയാനായിട്ട് പോരുത്. അത് വളരെ മോശപ്പെട്ട സംസ്കാരമാണ്. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇതൊന്നും. കുറച്ചധികം സമയം മറ്റ് രണ്ടുപേരിലുമായി നിൽക്കേണ്ടി വന്നതിൽ ഈ രാഹുൽ ഗാന്ധി ജനങ്ങളോട് പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്ന കാഴ്ചയാണ് ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടത്. ഈ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ല. നേരത്തെ PS ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ ശ്രീ MK ഭദ്രകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ, ഇത് ദേശീയ താല്പര്യത്തിൻ്റെ കാര്യമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കേണ്ടതാണ്. രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതില്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിക്കാൻ പറ്റാത്തത് ഇന്നലെ കൊണ്ട് പറയിച്ചു എന്നുള്ളതിന് ശ്രീ ഭദ്രകുമാർ കാണുന്ന ഒരു കാര്യം, അതിൻ്റെ സാങ്കേതികതയും അതിൻ്റെ ഔദ്യോഗികതയും ഫോർമാലിറ്റിയും ഒക്കെ വിട്ടുകൊണ്ട് ഈ നാട്ടിൽ ചില ചർച്ചകൾ ആരൊക്കെയോ ചേർന്നൊരു പ്രോപ്പഗാൻഡ വളർത്തി. രാഹുൽ ഗാന്ധിയെപ്പോലുള്ളവർക്കും ജനങ്ങളോട് പ്രതികരിക്കേണ്ടി വന്നു. ഇത് കൃത്രിമമായി ഈ സാഹചര്യം ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് നിങ്ങൾ കോൺഗ്രസ് കരുതുന്നുണ്ടോ? അപ്പോൾ അവസാനമാണ് എനിക്ക് അവസരം നൽകിയതെങ്കിലും ന്യായമായ സമയം തന്നാൽ മതി ലാലെ, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും രാജ്യത്തിൻ്റെ പരമാധികാരവും രാജ്യ സുരക്ഷയുമാണ് ഏറ്റവും വലുതെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധി തന്നെ ഇന്നലെ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ്. കാരണം രാജ്യത്തിൻ്റെ പരമാധികാരം, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റാണ് സോണിയാഗാന്ധി. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപം കൊള്ളുകയും ജീവത്യാഗം ചെയ്യേണ്ടി വന്ന നിരവധി നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ശ്രീ രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അറിവില്ലാതെ പറഞ്ഞതോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നതെന്നൊക്കെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയം ബഹുമാന്യനായ ഭദ്രകുമാർ സാർ ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നയതന്ത്ര വൈദഗ്ധ്യത്തെ സംബന്ധിച്ച് ഞാൻ മാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊരു വലിയ പാരമ്പര്യവും ചരിത്രവും പശ്ചാത്തലവുമുണ്ട്. ഇപ്പോൾ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് ദോഷം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് തടസ്സം വരുന്ന രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിനകത്ത് ഗവൺമെൻറ്, ആര് ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന് നോക്കിക്കൊണ്ടല്ല, കൊടിയുടെ നിറം നോക്കിക്കൊണ്ടല്ല കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും പത്താൻകോട്ടിൽ ഈ ഉണ്ടായ ആക്രമണം, തന്ത്രപ്രധാന സ്ഥാനങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ പത്താൻകോട്ട് ആക്രമണത്തിൽ ഒരുപക്ഷെ നമ്മൾ ശരിയായ രീതിയിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ ഉറിയിലെ ആക്രമണം ഉണ്ടാകുകയില്ലായിരുന്നു എന്ന് ഇന്ന് ഉറിയിൽ മരിച്ച് നമുക്ക് ജീവൻ വെടിഞ്ഞ സൈനികരുടെ വിധവകൾ തന്നെ പറയുന്നത് നമ്മൾ ടെലിവിഷൻ ചാനലുകളിലൂടെ കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഏത് തരത്തിലുള്ള ഒരു അഭിപ്രായം പറയണമെന്നുള്ളതിനെ സംബന്ധിച്ച് രാജ്യം ആണ് ഞങ്ങളെ സംബന്ധിച്ച് വലുത്. രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ അതിരുകളും സംരക്ഷിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സൈനികരടക്കമുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. വ്യക്തമായ വിദേശ നയം രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, കുറച്ച് ദിവസം മുമ്പ് സർവകക്ഷി സംഘത്തെ ഗവൺമെന്റ് കാശ്മീരിലേക്ക് അയച്ചു. അപ്പോഴും എന്താ കോൺഗ്രസിന്റെ അഭിപ്രായം എന്തായിരുന്നു? ചർച്ച ചെയ്യേണ്ടവരോടെല്ലാം ചർച്ച ചെയ്യണം, ഞങ്ങൾ ഏത് അറ്റം വരെയും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഗവൺമെന്റുമായി സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭദ്രകുമാർ സാർ പറഞ്ഞതിലൂടെ, വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് രാജ്യം എന്ന് പറയുമ്പോൾ, രാജ്യത്തെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയാക്കി മാറ്റാൻ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ വിജയമാണ് ഇവിടെ ആഘോഷിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ബാലിശമാണ് എന്നെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ നാടിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള, നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ ഇപ്പോൾ ഇതുപോലെ രാജ്യം അപകടാവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തിൽ തയ്യാറുമില്ല. ഉറിയിൽ 18 പേരിന്ന് 19 പേരായിരിക്കുന്നു സൈനികർ മരിച്ചത്. നമ്മൾ ആലോചിക്കണം, നിരഞ്ജനെ പോലെയുള്ള സൈനികർ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ കുടുംബങ്ങളടക്കം നമ്മുടെ നാട്ടിൽ നിന്നും സാധാരണക്കാരായി മഞ്ഞത്ത് പോയി, കാശ്മീരിൽ പോയി നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കാവൽ നിൽക്കുന്ന ആളുകളുടെ മുന്നിൽ അന്ധമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആ വിഷയം ചെറുതാക്കി കാണുവാൻ ഏതായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ബഹുമാനപൂർവ്വം ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീമതി സോണിയാഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയും പരമോന്നതമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെന്നുള്ള നിലയിൽ ഏറ്റവും ഉന്നതമായ രാജ്യ സ്നേഹവും അതുപോലെ തന്നെ ദേശസ്നേഹവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശ്രീ PS ശ്രീധരൻപിള്ള, എന്തായാലും 2 കാര്യങ്ങളാണ് ഇവിടെ. ശ്രീ ഭദ്രകുമാർ സംശയിച്ച ഒരു കാര്യം, അതായത് സർക്കാരിൻ്റെ ഔദ്യോഗിക വിശദീകരണം മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഇത്തരം നടപടികളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാകാറുള്ളത് പോലെ ഇവിടെയും ഉണ്ടായി. പക്ഷേ അതിനേക്കാൾ വലിയ ചർച്ചകൾ രാജ്യത്തുണ്ടായി. അതിൽ നിന്ന് ഈ സാഹചര്യം കൊണ്ട് ഉപയോഗമുണ്ടായ ഏറ്റവും വലിയ നേതാവാണ് ശ്രീ നരേന്ദ്രമോദി, അംഗീകരിക്കേണ്ടതാണ്. കഴിഞ്ഞ 2.5 കൊല്ലമായി രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിക്കാൻ പറ്റാത്തത് പോലും ഇന്നത്തെ ദിവസം കൊണ്ട് പറയിച്ചു. അതൊരു വിജയം തന്നെയാണ്. പകുന്ന മറ്റു ചില കാര്യങ്ങൾക്ക് കൂടി ഇനിയിപ്പോൾ നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുകയല്ലേ. ഇതാ ഏറ്റവും ആദ്യത്തത് ഇപ്പോൾ തന്നെ ബ്രേക്കിംഗ് ന്യൂസായി വന്നു കഴിഞ്ഞിരിക്കുന്നു. സാർക്ക് ഉച്ചകോടി മാറ്റിവെച്ചു. സാർക്ക് ഉച്ചകോടി പാകിസ്ഥാനിൽ നടക്കേണ്ടതല്ല ഈ സാഹചര്യത്തിൽ. ആ കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ രാജ്യസ്നേഹപരമായ ഒരു നിലപാടുണ്ടായേക്കാം. പക്ഷേ സാർക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ത്യയെപ്പോലെയുള്ള രാജ്യം എടുത്തിട്ടുള്ള നിലപാടുകൾ, നടപടികൾ, ത്യാഗങ്ങൾ, ഒന്നത് രാജ്യത്തിനകത്ത് നടക്കുന്ന പലതരത്തിലുള്ള ചർച്ചകൾ. ഇപ്പോൾ ഇവിടെ ഷാനിമോൾ ഉസ്മാൻ തന്നെ ചൂണ്ടിക്കാട്ടിയ സമൂഹ മാധ്യമങ്ങളിലെ ചില ആഘോഷങ്ങൾ, അതിനെ തുടർന്ന് മഹാരാഷ്ട്രയിൽ പോലും ബോളിവുഡിൽ പോലും ഉണ്ടായിട്ടുള്ള ചില പ്രകമ്പനങ്ങൾ, കലാകാരന്മാരുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള വേർതിരിവുകൾ, പാകിസ്ഥാനിലെ കലാകാരന്മാരെ കുറിച്ചുള്ള ചില ചർച്ചകൾ, ഇതൊക്കെ ഇനി അങ്ങോട്ട് ആർക്കാണ് ലാഭം എന്നൊരു ചോദ്യത്തിലേക്ക് നിർഭാഗ്യകരമായി നമുക്ക് കടക്കേണ്ടി വന്നിരിക്കുന്നു. ശ്രീ PS ശ്രീധരൻപിള്ള, ലാല് ഇതില് ശ്രീ ഭദ്രകുമാർ പറഞ്ഞ കാര്യം ഞാൻ കേട്ടിരുന്നില്ല. ലാല് പറഞ്ഞ വാക്കുകളിലൂടെയാണ് ഞാൻ അദ്ദേഹത്തെ ശ്രവിക്കാനിടയായത്. ലാല് ഇപ്പോൾ ഈ ആങ്കർ നല്ല സമർത്ഥനായ ഒരു ആങ്കറാണ്. പക്ഷെ താങ്കൾ ഇതിൽ ഒരു രാഷ്ട്രീയം കടത്തിക്കൊണ്ടൊരു ചർച്ചയിലേക്ക് ഇത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ദൗർഭാഗ്യവശാൽ ഞാൻ അതിൽ കയറി കൊത്താനായിട്ടില്ല. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് ഞങ്ങൾ കടുത്ത രാഷ്ട്രീയ വിരോധമുള്ള ആളുകളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ ഫാസിസ്റ്റ് എന്നൊക്കെ അവർ വിളിക്കും, തിരിച്ച് ഞങ്ങൾ കോൺഗ്രസിനെ വിളിക്കാറുണ്ട്. പക്ഷെ അവർ കാണിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അവർ കാണിച്ച നാടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒന്നാണ്, രാജ്യം ഒന്നാമത്തേതാണ് എന്ന് പറഞ്ഞത്, അത് ഉൾക്കൊള്ളാൻ ഞാൻ എല്ലാവരും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ചരിത്രം, അതാണ്. എല്ലാ കാലത്തും 65 ചില ആൾക്കാർ മാത്രം വ്യത്യസ്തമായ 62 ഉണ്ടായിരുന്നെങ്കിലും 62-ലും 65-ലും 71-ലും ഇപ്പോഴും എല്ലാം നമ്മൾ ഒന്നാണെന്നുള്ള നിലപാട് രാജ്യം നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ താങ്കൾ ഈ രാഷ്ട്രീയം ഇപ്പം എൻ്റെ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ഒരു പക്ഷേ നരേന്ദ്രമോദിയോട് ഏറ്റവും വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന നേതാവാണ്.
പക്ഷെ അദ്ദേഹം നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പട്ടാളത്തെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചില്ലേ? ഇത് രാഷ്ട്രീയം കാണരുത്. ശ്രീ ഭദ്രകുമാർ സാർ അറിയാൻ ഞാനൊരു കാര്യം പറയുന്നു, അദ്ദേഹത്തിന് അറിയാത്തതല്ല. അദ്ദേഹം എന്തോ ഇങ്ങനെ താങ്കൾ പറഞ്ഞ പോലാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഞാനത് ഇടുന്നു, ലാല് പറഞ്ഞ പോലാണെങ്കിൽ. ഭദ്രകുമാർ സാറിനോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഔപചാരികമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് 2 പേരാണ് ഈ കാര്യം പറഞ്ഞത്. ഒന്ന് അതിൻ്റെ മിലിറ്ററിയുടെ ഔദ്യോഗിക വക്താവ്, രണ്ടാമത്തേത് നമ്മുടെ വെങ്കയ്യ നായിഡു ഗവൺമെൻറ്റിന് വേണ്ടി പറഞ്ഞു, മൂന്നാമതായി സർവകക്ഷി യോഗത്തിൽ വിശദീകരിച്ചു. ഈ 3 കാര്യങ്ങളാണ് ഔപചാരികമായി ഉണ്ടായിട്ടുള്ളത്. അതിലെവിടെയും അതിശയോക്തിപരമായി എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ മീഡിയകൾ അതിശയോക്തിപരമാണ്, ഓരോ മീഡിയകൾക്കും അതിൻ്റെ ചുമതലയുണ്ട്. ഇപ്പം ഞാൻ കൈരളി ചാനൽ ഇരിക്കുമ്പം, കൈരളിയിൽ ഞാൻ വരുമ്പോൾ BJP-കാരനാണ് ഞാൻ വരുമ്പോൾ എനിക്കറിയാം കൈരളിക്ക് അതിൻ്റെ ഒരു അതിൻ്റെ കാഴ്ചപ്പാടിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അത് അറിഞ്ഞുകൊണ്ടല്ലേ ഞാനിവിടെ വരുന്നത്. അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ വൈവിധ്യമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ശ്രീ പി. എസ്. ശ്രീധരൻപിള്ള, അങ്ങനെയില്ല. സ്വതന്ത്രമായ ചർച്ച തന്നെയാണ്. അങ്ങേക്ക് എന്തും പറയാം, അങ്ങയുടെ നിലപാട്. ആയിക്കോട്ടെ, ഞാനതല്ല ലാലെ പറഞ്ഞേ. അപ്പം നമ്മളെ ഭദ്രകുമാർ സാറിനെ പോലുള്ള ആളുകൾ അതിശോക്തിപരമായി ചാനലുകളിൽ കാണുന്നെങ്കിൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചാനലുകൾ അങ്ങനെയാണ് പറയാറുള്ളത്. ആ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും വേണം, അംഗീകരിക്കുകയും വേണം. അതേ സമയത്ത് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി ചർച്ച മാറ്റാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ അതിന് ഇന്ധനമായി തീരാൻ ശ്രീ പി. എസ്. ശ്രീധരൻപിള്ള, ഞാൻ അവിടെ ഒന്ന് ഇടപെടുകയാണ്. ഇത് രാഷ്ട്രീയം ആണ്. അത് ആഭ്യന്തര രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയമോ അല്ല, അന്തർദേശീയ രാഷ്ട്രീയമാണ്. ഈ ഇൻഡോ പാക് ബന്ധത്തിലെ രാഷ്ട്രീയമാണ്. ഈ പ്രദേശത്തെ സാർക്ക് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്. ആഭ്യന്തരമായുള്ള രാഷ്ട്രീയത്തിൻ്റെ മുതലെടുപ്പുകൾ അങ്ങ് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആരൊക്കെയോ നടത്തുന്നുമുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. യുദ്ധം പഴയ കാലഘട്ടത്തിൽ രാജാക്കന്മാർ പോലും രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതൊന്നും ഞാൻ അങ്ങയെ പഠിപ്പിക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ അങ്ങ് അതിൽ കൊത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഈ സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. 2.5 വർഷക്കാലമായി രാഷ്ട്രത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവ് വെറുതെ കറങ്ങി നടക്കുകയായിരുന്നു നരേന്ദ്രമോദി എന്ന് പറഞ്ഞിടത്ത് നിന്ന് മാറി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നുവെന്ന് അങ്ങയെപ്പോലൊരു അങ്ങയുടെ പാർട്ടിയുടെ നേതാവിനെ കുറിച്ച് പറയിച്ചു എന്നുള്ളതാണ് ഇതിലെ ഒരു ലാഭം. നിങ്ങൾക്ക് അവിടെ ഷാനിമോൾ ഉസ്മാന് ഒരുപക്ഷെ ഒന്ന് പ്രതികരിക്കാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ പി. എസ്. ശ്രീധരൻപിള്ള, രാഷ്ട്രീയമുണ്ട്, ഇപ്പോഴും നടക്കുന്നു. സാർക്ക് ഉച്ചകോടി ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ വിദേശ നയം മുന്നോട്ട് കൊണ്ടുപോകും? രാജ്യത്തിന്റെ സാമ്പത്തികം എങ്ങനെ മുന്നോട്ട് പോകും? രാജ്യത്തിന്റെ സാംസ്കാരികമായ ഈ MNS പോലെയുള്ള സംഘടനകൾ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ എങ്ങനെ രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകും? കാശ്മീരിൽ ഇപ്പോഴും പ്രശ്നം, കർഫ്യൂ തുടരുന്നു. അവിടെയുള്ള ആഭ്യന്തര രാഷ്ട്രീയത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ എങ്ങനെ വർദ്ധിപ്പിക്കും പ്രശ്നങ്ങളെ? രാഷ്ട്രീയമാണ് ശ്രീ പി. എസ്. ശ്രീധരൻപിള്ള. എൻ്റെ സുഹൃത്ത്, ഞാനൊരു കാര്യം പറയാനാക്കിയിരുന്നു. ഈ ക്ഷീരമുള്ളവർ അകടിച്ചു വിട്ടിലും ചോര തന്നെ കൗതുകമെന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. നമ്മുടെ കോൺഗ്രസ് ഏതായാലും അതിശക്തമായി മറ്റാരെക്കാളും ഇന്ത്യയിലെ ഏത് പ്രതിപക്ഷ കക്ഷികളെക്കാളും ശക്തമായി BJP-യെ നഖശികാന്തം എതിർക്കുന്ന, നരേന്ദ്രമോദി ഭരണകൂടത്തെ എതിർക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ ചിലർ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ഹാനികരമാകുന്നതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോഴ് രാഹുൽ ഗാന്ധി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്ന് പറയുമ്പം ഞാൻ അതുകൊണ്ടാണ് നേരത്തെ വാജ്പേയി അഗർവാല സംഭവത്തിൽ ഏതാണ്ട് അഴിമതിക്കാരി കള്ളി എന്ന് വേണം വിളിച്ചു എന്ന് പറയാം, അതുപോലെ പറയുന്ന ഒരു ഹിന്ദി പദം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞ ആള് ഏതാനും മാസത്തിനുള്ളിൽ ഇലക്ഷൻ വരാൻ പോകുന്നു, മഹാസഖ്യം രൂപപ്പെട്ടു, ഞങ്ങൾക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു വലിയ സാധ്യതയുള്ളപ്പോഴാണ് യുദ്ധമുണ്ടായപ്പോൾ വാജ്പേയി ദുർഗാദേവി എന്നവരെ വിളിച്ചത്. ഇത് നമ്മുടെ ട്രഡീഷനാണ്. ആ ട്രഡീഷനിൽ കോൺഗ്രസും BJP-യും നിൽക്കുന്നു. വോട്ട് കിട്ടുമോ കിട്ടുമില്ല എന്നുള്ളതല്ല. ഒരിക്കലും ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി BJP ഉപയോഗിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ചെയ്താൽ ഏറ്റവും വലിയ പാതകമായി ഞാൻ അതിനെ കാണുകയാണ്. അതേ സമയത്ത് 62-ലും ഒക്കെ സ്വീകരിച്ചതുപോലെ ചില നിലപാടുകൾ ചില ആളുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിനെ ഒന്ന് കുറച്ചിട്ട് പ്രതിപക്ഷത്ത് ഞങ്ങളാണ് BJP എതിർക്കുന്നത്, അതിൻ്റെ പേരിൽ ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ അവർ ശ്രമിക്കുന്നു എന്ന് ഞാൻ ഇതിൻ്റെ പേരിലല്ല, ഞാൻ ലാലിനെ പറ്റിയോ കൈരളിയെ പറ്റിയോ അല്ല പറയുന്നത്. അങ്ങനെയും ഞാൻ സംശയിക്കുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അങ്ങ് സൂചിപ്പിച്ച ആളുകൾ ആരാണെന്നുള്ളത് വ്യക്തമാണ്. അതിന് മറുപടി പറയാൻ ആ ഭാഗത്ത് നിന്ന് തൽക്കാലം ഈ ചർച്ചയിൽ ഞാൻ ക്ഷണിച്ചതാണ്. ആളുകൾക്ക് സമയം കിട്ടിയിട്ടില്ല, അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല.
ശ്രീ പി എസ് ശ്രീധരൻപിള്ള പക്ഷെ പറഞ്ഞ ആ സാഹചര്യത്തെ ശ്രീ അല്ല, എം. കെ. അല്ല, ഞാൻ ഭദ്രകുമാറിന് ഒരു കാര്യം കൂടെ ചിലപ്പോൾ പറയാം. വിശദീകരിക്കാൻ സാധിച്ചേക്കും. ശ്രീ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞോളൂ. അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പോളിസിപരമായ പരാജയമുണ്ടെങ്കിൽ പാർലമെൻറ്റിലും രാഷ്ട്രീയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് നമ്മുടെ സംവിധാനം ഇന്ത്യ രാജ്യം 3 തലത്തിൽ ഈ കാര്യം കൈകാര്യം ചെയ്തു. ഒന്ന്, ഇതിനെ സംബന്ധിച്ച് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിൽ മുമ്പത്തേക്കാൾ നമുക്ക് ഒരു പടി മുന്നിൽ പോകാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായേക്കാം. രണ്ടാമതായിട്ട് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വരുമ്പം 44% അവിടുത്തെ ഏരിയ ബലൂചിസ്ഥാനാണ്. ബലൂചിസ്ഥാനിൽ എന്തായാലും ഇപ്രാവശ്യം ഇന്ത്യൻ ദേശീയ പതാക പിടിച്ചുകൊണ്ട് കുറേ ആളുകൾ മുന്നോട്ട് വരാൻ തയ്യാറായ സാഹചര്യമുണ്ടായി. ഇതൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാശ്മീരിനെ എങ്ങനെ നേരിടണമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യതിയാനമായി ഞാനതിനെ കാണുന്നു. ഗുണപരമായ വ്യതിയാനമാണോ ദോഷമാണോ എന്നുള്ളത് മറ്റാൾക്കാർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മൂന്നാമതായിട്ട് ഈ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റോട് കൂടിയിട്ട് താൽക്കാലികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭിമാനമുള്ള രാജ്യമാണ്, നട്ടൽ നിവർത്തി നിൽക്കാൻ സാധിക്കും എന്ന് പറയുന്നു. 5 രാജ്യങ്ങൾ സാർക്ക് ഉച്ചകോടിയിൽ ഇപ്പോൾ അവർ പങ്കെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതൊക്കെ പ്ലസ് പോയിന്റുകളാണോ? ഇനി അത് ദോഷമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഈ നിമിഷം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രാജ്യം ഒറ്റക്കെട്ടായി പോകണം. നമ്മുടെ സൈനികര് നഷ്ടപ്പെട്ട ഭദ്രകുമാറിലേക്ക് വരാം. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഈ നേരത്തെ തന്നെ താങ്കൾക്ക് ഇടപെടാനുള്ള ഒരുപാട് വകകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. നേരത്തെ ശ്രീ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞതിൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കേരള നിയമസഭ പോലും ഒറ്റക്കെട്ടായി രാജ്യത്തിന് വേണ്ടി ഈ കൃത്യം നിർവഹിച്ച സൈനികർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു, അവരെ അനുമോദിച്ചിട്ടുണ്ട്. അവിടെ ഒരു നേതാവിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണല്ലോ നേരത്തെ ഷാനിമോൾ ഉസ്മാനും പറഞ്ഞത്. പക്ഷേ അവിടെ രാഹുൽ ഗാന്ധിക്ക് വ്യത്യസ്തമായ ഒരു ശബ്ദം പ്രകടിപ്പിക്കേണ്ടി വന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലത്തെ എല്ലാം തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെയാണ് ചില സംശയങ്ങൾ ഞാൻ ഉന്നയിച്ചതും നേരത്തെ. അപ്പം ലാലെ, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ചാനലുകളിലൊക്കെ നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാണുന്ന ഒരാൾ തന്നെയാണ് ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ. പക്ഷേ എവിടെയും ഇതിനകത്ത് രാഷ്ട്രീയം കാണാനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചെറുതാക്കി കാണാനോ ഒരാങ്കറും ശ്രമിച്ചതായി ഞാൻ കണ്ടില്ല എന്നുള്ളത് വളരെ ദുഃഖത്തോടു കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് വിമർശിക്കാം. രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ വിഷയം പറഞ്ഞു വിളിക്കൂ, ഞാനും വരാം, എൻ്റെ മറുഭാഗം ഞാൻ പറയാം. പക്ഷേ ആഭ്യന്തര രാഷ്ട്രീയവും തെറ്റിദ്ധരിക്കരുത്, ഞാൻ രാഹുൽ ഗാന്ധിയെ ഇതിനകത്ത് വിമർശിച്ചതല്ല. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ അതല്ല ലാൽ, അല്ലല്ല, ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി വളരെ മുകളിലേക്ക് പോയിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് നരേന്ദ്രമോദിയുടെ മിടുക്കാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി പറയും, സോണിയാഗാന്ധി പറയും. കാരണം നമ്മുടെ രാജ്യ സുരക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ച് വലുത്. ഞാൻ പറയട്ടെ, പ്രസവിച്ച കുഞ്ഞ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ഈ രാജ്യത്തിന് ഇപ്പോൾ നമുക്കറിയാം, എത്രയോ തവണ നമ്മൾ പറയുന്നതാണ്, കാശ്മീർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ. കോൺഗ്രസിന് ഒരൊറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു. ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് വീടിനടുത്തും ഈ കേരളത്തിലെ നിയമസഭ പോലും ഇന്നിപ്പോ ഈ രീതിയിൽ പ്രമേയം പാസാക്കി എന്ന് ഈ നല്ല സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു നരേന്ദ്രമോദി എന്ന് രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ കൊണ്ട് പറയിച്ചത്. അതാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ എന്ത് പറഞ്ഞാലും ഞാനൊരു കാര്യം പറയാം, എനിക്ക് വളരെ വ്യക്തമായി ആനുകാലിക രാഷ്ട്രീയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കഴിയുമെന്ന് സ്വയം ഞാൻ വിശ്വസിക്കുന്നു. 2.5 വർഷക്കാലത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണത്തെക്കുറിച്ചുള്ള അത് നേട്ടവും കോട്ടവും ചർച്ച ചെയ്യാൻ വേണ്ടി താങ്കൾ വിളിക്കൂ, ഞാൻ കൂടി അതിനകത്ത് വരാം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്. ഇന്നത്തെ നമ്മുടെ രാജ്യത്തെ വിഷയം എന്ന് പറയുന്നത് രാജ്യം ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് പോകുമോ, ഇന്ത്യയും പാകിസ്ഥാൻ. ഇന്നിപ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കണം,
ഭീകരരുടെ ആക്രമണമുണ്ട് എന്ന് പല ചാനലുകളിലും എഴുതി കാണിക്കുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കാണിച്ചു തന്നിട്ടുള്ള മഹനീയമായ മാതൃക പിന്തുടരുക എന്നുള്ളതിനപ്പുറമായി മറ്റ് ഏതെങ്കിലും രാജ്യം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും തന്നെ അതിനൊപ്പം തന്നെ നിൽക്കേണ്ടതാണ് ഷാനിമോൾ ഉസ്മാൻ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ അക്കാദമികമായ ചർച്ചകൾ നടക്കണം, രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ആ കാര്യത്തിലെല്ലാം എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി നരേന്ദ്രമോദിക്ക് പിന്നിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറിയോ എന്ന് സംശയം തോന്നി. അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിക്ക് BJP-യുടെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കാം, അതിനപ്പുറം ജനങ്ങളുടെ ഇടയിൽ നിന്ന് നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചത് തോന്നി. BJP താങ്കൾക്ക് തോന്നിയതായിരിക്കാം. അതിനെ സംബന്ധിച്ച് കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള വിദേശ നയമുണ്ട്, രാഷ്ട്രീയമുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. അതിനപ്പുറമായിട്ട് എനിക്കൊന്നും പറയാനില്ല. രാജ്യം അപകടത്തിൽ എന്ന് കാണുമ്പോൾ രാജ്യത്തെ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയേണ്ട ഒരു മാധ്യമം ഇത്തരത്തിൽ ചർച്ച ഡൈവേർട്ട് ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണെന്ന് എനിക്ക് പറയാതെ. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് തന്നെ ഞാൻ ഇപ്പോഴും ഊന്നി പറയുന്നു. ആ കാര്യത്തിൽ ഉറിയിൽ നടന്ന സൈനിക നടപടിയിൽ സൈനികരെ അനുമോദിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. കേരള നിയമസഭ ചെയ്ത ആ പ്രവൃത്തിയോടൊപ്പം ഇന്ന് ഇന്ത്യ ശബ്ദിക്കുന്ന ആ ശബ്ദത്തോടൊപ്പം തന്നെ നിൽക്കാൻ ഈ മാധ്യമവും ഈ ചർച്ചയും ഒരുക്കമാണ്, ആ ഭാഗത്ത് തന്നെയാണ്. പക്ഷേ ശ്രീ MK ഭദ്രകുമാർ നേരത്തെ ചർച്ച ചെയ്തിടത്താണ് ഇപ്പോഴും എത്തി നിൽക്കുന്നത്. അങ്ങ് സംശയിച്ചതുപോലെ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക നിലപാട് മാത്രമാണ് പുറത്തേക്ക് വന്നിരുന്നത് എങ്കിൽ ഇപ്പോഴുണ്ടായ ഈ സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ചില മാധ്യമങ്ങൾ ചിലയിടത്ത് ചില രീതിയിൽ നാടകീയമായ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കിയതാണ് അങ്ങും ചോദ്യം ചെയ്തത്. അവിടെ ശ്രീ PS ശ്രീധരൻപിള്ള 62-ൽ ചിലർ എടുത്ത നിലപാടിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന് സമാനമാണോ ഈ നിലപാട്? അങ്ങേപ്പോലുള്ളവരുടെ ഇപ്പോഴത്തെ നിലപാട്, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്ന പോക്കിൻ്റെ ധ്വനിയുണ്ടോ? ഇതൊക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതല്ലേ? രാജ്യത്തിനകത്തുള്ള സാമ്പത്തികം, ഈ സാംസ്കാരികം, സാർക്ക് പോലെയുള്ള ഉച്ചകോടി പോലും മാറ്റിവെക്കുന്ന സാഹചര്യം ഇന്ത്യക്ക് എത്രമാത്രം ഗുണകരമാകുമെന്നത് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെയുള്ള സാഹചര്യം അല്ലേ ഇപ്പോഴുള്ളത്? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ശ്രീധരൻപിള്ള വിശദീകരിച്ച് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിന് എനിക്ക് ഒരു നന്ദി വാക്ക് ആദ്യം ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞതുമായിട്ട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. എനിക്ക് യാതൊരു തർക്കവുമില്ല. ഞാൻ പറയുന്നതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തില്ലാൽ അദ്ദേഹത്തിന് കൊടുത്തിട്ട് തർക്ക വിഷയമാക്കരുത്. അതുമാത്രമേ ഉള്ളൂ എൻ്റെ ഒരു അപേക്ഷ കൈരളിയോട്. അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ 100% ഞാൻ അനുയോജിക്കുന്നു. ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇത് ആശയക്കുഴപ്പങ്ങൾ, ഇവിടുത്തെ ചർച്ചയിൽ ആശയക്കുഴപ്പങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് മാധ്യമങ്ങൾ വളരെ എക്സാജറേറ്റഡ് ആയിട്ട്, ഇവിടെയുണ്ട്, ഡൽഹിയിലുമുണ്ട് അങ്ങനത്തെ അത്തരത്തിലുള്ള എക്സാജറേഷൻസ് നടന്നിട്ടുള്ളത്. അത് ശ്രീധരൻപിള്ള പറഞ്ഞതുമായിട്ട് അതിലും ഞാൻ യോജിക്കുന്നു. മാധ്യമങ്ങളുടെ ആ സംസ്കാരം, അത്തരത്തിലുള്ള ഒരു സംസ്കാരം ഇവിടുത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അനുസരിച്ചും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻസ് അനുസരിച്ചും നമ്മളുടെ ഭരണഘടന അനുവദിക്കുന്നതാണ്, നമ്മളുടെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് വിയോജിപ്പില്ല. അതിലും അദ്ദേഹവുമായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതിൽ എൻ്റെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഈ രാഷ്ട്രീയപരമായിട്ട് ശ്രീ രാഹുൽ ഗാന്ധിയെക്കുറിച്ചോ അങ്ങനെ ചർച്ച ചെയ്യാനൊന്നും അല്ല ഞാനിതിൽ ആ വിധത്തിൽ പരാമർശിച്ചത്. ഞാൻ പറഞ്ഞത് ഒരു കാര്യമേ ഉള്ളൂ. കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്തും ഇതേ രീതിയിലുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. വളരെ ശരിയാണ്, 100% ശരിയാണ്. അവരുടെ ദേശസ്നേഹത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതേ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് അവരും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്ന ഇതിന് കോൺഗ്രസ് പാർട്ടി സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ മനസ്സിലാക്കാവുന്നതുമാണ്. അത് കാരണം അവരുടെ നയവും വ്യത്യാസമല്ല. ഇതെല്ലാം ഒരു നയമാണ്, ദേശീയ നയമാണ്, രാജ്യത്തിൻ്റെ താല്പര്യത്തിനുള്ള നയമാണ്.
ഞാൻ പറഞ്ഞത് ഇതേ ഉള്ളൂ. അത് അത്തരത്തിലുള്ള കൊവേർട്ട് ഓപ്പറേഷൻ, ചിലപ്പോൾ ഞാൻ പ്രൊഫഷണലായിരുന്നത് കൊണ്ട് എനിക്ക് കൊവേർട്ട് ഓപ്പറേഷൻസിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റിയെക്കുറിച്ച് എനിക്ക് വേറൊരു തരത്തിലുള്ള ഒരു ഒബ്സസീവ് മെൻറ്റാലിറ്റിയോ മൈൻഡ് സെറ്റോ ഉണ്ടായിരിക്കാം, താങ്കൾക്കില്ലായിരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള കൊവേർട്ട് ഓപ്പറേഷൻസ് കോൺഫിഡൻഷ്യലായിട്ട് വെച്ചിരുന്നാൽ അതുകൊണ്ട് നമുക്ക് മുതലെടുക്കാം പാകിസ്ഥാനുമായിട്ട്. അതുമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാധ്യമങ്ങളെ കുരിശിലാക്കാനോ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ഇത് ശ്രീ ശ്രീധരൻപിള്ള കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രം അദ്ദേഹം പ്രതികരിച്ചാൽ മതി. ശ്രീ ലാൽ ഇതിനെ വിശദീകരിക്കേണ്ട ആവശ്യം. തീർച്ചയായിട്ടും ഞാൻ അതിനകത്ത് വിശദീകരിച്ചു പോയതല്ല. അതിനകത്ത് പലപ്പോഴും ഉപചോദ്യങ്ങൾ ഉണ്ടാകും. ശ്രീ എം കെ ഭദ്രകുമാർ, നമുക്കിപ്പോൾ രാഷ്ട്രീയം ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട, കക്ഷി രാഷ്ട്രീയം വേണ്ട, ദേശസ്നേഹമൊക്കെ നമുക്ക് വേണ്ടത് തന്നെ, നമ്മളതെല്ലാം ഓരോ നിമിഷവും ഊന്നി പറയേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ സാർക്ക് ഉച്ചകോടി മാറ്റിവെച്ചത് ഒരു മാധ്യമ സൃഷ്ടിയല്ല. ഈ സേന മഹാരാഷ്ട്രയിൽ ബോളിവുഡ് താരങ്ങൾക്ക് എതിരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് നാളെ വേറെ രീതിയിൽ വരാവുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാശ്മീരിലെ ചില സാഹചര്യങ്ങൾ നമ്മൾ ഇപ്പോഴും ഏത് രീതിയിലാണ് വിട്ടിരിക്കുന്നത്, അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുന്നത് ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ ഏത് രീതിയിൽ ഇന്ത്യക്ക് ഗുണകരമാകും എന്നത് ചർച്ച ചെയ്യേണ്ടതാണ്. ഈ ചൈനയിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ദൂതനെ വിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള വാർത്തകളിൽ എത്രമാത്രം സാഹചര്യങ്ങൾ ഉണ്ട്, അതെങ്ങനെയാണ് ഭാവിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുക, ഇൻഡോ ചൈന അതിർത്തികളിൽ എന്ത് തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം, മുൻകാലങ്ങളിൽ നമുക്ക് അബദ്ധം പറ്റിയിട്ടുള്ളതാണ്, അതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണല്ലോ. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം, സാമ്പത്തികം ഉൾപ്പെടെ, ആ കാര്യങ്ങളിൽ ഒരു പരാമർശം ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരിലേക്ക് അവസാനമായി ഒന്ന് പോകുന്നതിന് മുമ്പ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ എം കെ ഭദ്രകുമാർ. അതെ, ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ലാല് ചോദിച്ചത്. ഒന്നാമത്തെ കാര്യം ഈ സാർക്ക് ഉച്ചകോടിയുടെ കാര്യം. അതിൽ നമ്മൾക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു നിലപാടല്ലാതെ വേറെ എന്ത് നിലപാടെടുക്കാൻ പറ്റും? നമ്മളുടെ 19 സൈനികരെ വധിച്ചു, അവരുടെ അപ്പുറത്ത് നിന്ന് ഭീകരവാദികൾ കടന്നു വന്നു എന്നുള്ളത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ്. ഊറി അറ്റാക്ക് നടന്നത്. അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി 6 ആഴ്ച കഴിയുമ്പോൾ പാകിസ്ഥാനിൽ പോകുമോ? അവിടെ ചെല്ലുമ്പോൾ അവരുടെ വിരുന്നിൽ പങ്കെടുക്കുമോ? അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല നാട്ടിലുള്ളത്. അതുകൊണ്ട് എന്തെല്ലാം ഭവിഷ്യത്തുകൾ ഉണ്ടാകുകയാണെങ്കിൽ തന്നെയും നമ്മൾ സഹിച്ചേ പറ്റൂ. തീരുമാനം പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണ് ശ്രീ നരേന്ദ്രമോദി എടുത്തത്. രണ്ടാമത് ചൈനയുടെ നിലപാട് ലാല് ചോദിച്ചത്. ചൈന തീർച്ചയായിട്ടും ഇതിൽ നിന്നും മുതലെടുക്കാൻ ശ്രമിക്കും. പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഇടഞ്ഞ് അത്തരത്തിലുള്ള ഒരു പാകിസ്ഥാൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു വിദേശ നയത്തിലോട്ട് നമ്മൾ കടക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ നമ്മുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ വരികയാണെങ്കിൽ ചൈനയ്ക്ക് അത് പ്രയോജനപ്പെടും. അത് ചൈന എത്രത്തോളം പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വശമാണ്. നമ്മൾക്കറിയില്ല, ചെയ്യുമായിരിക്കാം അതോ ചെയ്യാതിരിക്കാം. ചിലപ്പോൾ അവരുദ്ദേശിക്കുന്നത് ചൈനയോടുള്ള ഇന്ത്യൻ നയത്തിനെ ഇതുകൊണ്ട് മയപ്പെടുത്തി അവർക്കെടുക്കാൻ പറ്റുമെന്നുള്ളതായിരിക്കാം. അവരുടെ കണക്കുകൂട്ടൽ അവർക്കേ അറിയാവും. ഏതിരുന്നാലും മാധ്യമങ്ങളിൽ വരാത്ത വേറൊരു വാർത്തയുണ്ട്. നമ്മളുടെ ജോയിൻ്റ് ഇൻ്റലിജൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ രവി, ഒരു മലയാളിയാണ്, അദ്ദേഹം ഈ ആഴ്ച തുടക്കത്തിൽ ചൈനയിലുണ്ടായിരുന്നു. ഈ യൂറിയെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്യുന്നതിനായിട്ട്, ടെററിസത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തെ അവിടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ രണ്ടാമൻ, അവിടുത്തെ ചൈനയുടെ ഇൻ്റലിജൻസ് ആർ എന്ന് പറയുന്ന പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. എന്നിട്ട് ഈ കൗണ്ടർ ടെററിസം കാര്യത്തിൽ ചൈനയ്ക്കും ഇന്ത്യക്കും ഒരേ തരത്തിലുള്ള താല്പര്യമാണ്, ഭംഗിവാക്കാണോ എന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ പറഞ്ഞത് ഈ രീതിയിലാണ്. അപ്പോൾ നമ്മളും ശ്രമിക്കുന്നുണ്ട് ചൈനയുടെ നയങ്ങളെ മയപ്പെടുത്തിയെടുക്കാൻ. എന്നിരുന്നാലും ഈ കാശ്മീരിലുണ്ടായ ഈ സംഘർഷാവസ്ഥയും ഈ അതിർത്തിയിലുണ്ടായ സംഘർഷാവസ്ഥയും ഒക്കെ അതിലൊക്കെ ചൈന നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ വിലയിരുത്തലിൽ നമ്മൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് അവരെടുത്തിരിക്കുന്നത്. പാകിസ്ഥാനുമായിട്ട് പരോക്ഷമായിട്ടല്ല, ഇംപ്ലിക്കേഷൻ വഴി പോലും പാകിസ്ഥാനെ അവർ പിന്താങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു 2 മിനിറ്റാണ് ഉണ്ടാകുക. ഷാനിമോൾ ഉസ്മാനിലേക്ക് അവസാനം എത്താം. ശ്രീ PS ശ്രീധരൻപിള്ള, ഈ പറഞ്ഞതുപോലെ നയതന്ത്രം വലിയ വിഷയമാണ്. നമുക്ക് രാജ്യത്തിൻ്റെ താല്പര്യം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം, ഒരേ ശബ്ദത്തിൽ തന്നെ സംസാരിക്കണം. ഈ നിമിഷത്തിൽ ആഭ്യന്തര തർക്കങ്ങളൊന്നും വേണ്ട. പക്ഷേ കാര്യങ്ങൾ ഓരോന്ന് വിലയിരുത്തി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒറ്റക്കെട്ടായി
ജയ് വിളിക്കുന്നവരൊക്കെ നയതന്ത്രപരമായി വീഴ്ചകൾ ഉണ്ടായാൽ, ചൈനയുടെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടായാൽ, സാർക്കിൻ്റെ കാര്യത്തിൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഇന്ത്യയുടേതായി ചിത്രീകരിക്കപ്പെട്ടാൽ, ഈ കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒക്കെ കുറ്റപ്പെടുത്തുക ഇപ്പോൾ ജയ് വിളിക്കുന്നവർ തന്നെ ആയിരിക്കും, ഒറ്റക്കെട്ടായി നിൽക്കുന്നവർ തന്നെ ആയിരിക്കും. ആ ബോധ്യം കൂടി ഉണ്ടോ? അല്ല, ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തിയാൽ അതിനെ നേരിടാനുള്ള ബാധ്യത ഭരിക്കുന്ന ആൾക്കാർക്കുണ്ട്. അതാണല്ലോ ഡെമോക്രസി എന്ന് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പം പിന്നെ ഇദ്ദേഹത്തെ പോലെ ഭദ്രകുമാർ സാറിനെ പോലെ ഒരാൾ, എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ പറഞ്ഞത് ഞാൻ തന്നെ, എനിക്ക് അദ്ദേഹത്തെ ഞാൻ പറഞ്ഞത് എന്തോ ഒരു തെറ്റിദ്ധാരണ എൻ്റെ വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് പൊറുക്കണമെന്ന് കൂടി ഞാൻ പറയുകയാണ്. കാരണം ഞാൻ കരുതി കൂട്ടിയല്ല പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹത്തൊന്നും ഞാൻ ചോദ്യം ചെയ്യില്ല ഒരിക്കലും. പക്ഷേ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുണ്ടായാൽ ഈ തീരുമാനത്തിൻ്റെ പേര് നമ്മുടെ രാജ്യം നേരിടും. ജനങ്ങളാണ് അതിന്. കാരണം 127 കോടി ജനങ്ങളുണ്ട്. എ പാർട്ടിയോ ബി പാർട്ടിയോ സി പാർട്ടിയോ ഇന്ത്യ ഭരിക്കും. അത് നാളെ മാറും. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ആംഗിൾ വന്നാൽ ആ സമയത്ത് എൻ്റെ പാർട്ടി ആലോചിച്ച് ചെയ്യും. ഞാൻ ഒരു കാര്യം കൂടി ലാലിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പാകിസ്ഥാനിലെ ഹിന്ദുസ്ഥാനി സംഘടനത്തിൻ്റെ ഏറ്റവും ഉന്നതനായ മഹത് വ്യക്തി നമ്മുടെ കേരളത്തിൽ വന്നു. ശിവസേനക്കാർ പ്രകടനം നടത്തി, ശിവസേന ഓൾ ഇന്ത്യ ലെവലിൽ പറഞ്ഞു. പക്ഷേ കോഴിക്കോട്ട് അതിനെ സ്വീകരിക്കാനുള്ള കമ്മിറ്റിയുടെ സ്വാഗത സംഘം ഉപാധ്യക്ഷൻ ഞാനായിരുന്നു. എനിക്കൊരു വിഷമം ഉണ്ടായില്ല. ഞാൻ ആ പരിപാടി പങ്കെടുത്തു. ഇതൊക്കെ സബ്ജക്റ്റീവാണ്. ശിവസേനയുടെ ഓരോ കാലഘട്ടത്തിലെ നിലപാട് അതാണ്. അതൊന്നുമല്ല ബി ജെ പിയുടെ നിലപാട്. ഇതുപോലെ അല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ദയവായി ഇതൊക്കെ നമ്മുടെ രാജ്യമെന്ന് പറയാൻ ഒരു കമന്റ് കൂടി എടുത്തിട്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ് പെട്ടെന്ന്. അല്ല ലാലേ, ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. നയതന്ത്രപരമായിട്ടുള്ള പിഴവുകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചൈനയിലേക്ക് ഇപ്പോൾ 2 പ്രതിനിധികളെ അയച്ചു എന്ന് പറയുമ്പോൾ റഷ്യ ഇന്ന് എവിടെ നിൽക്കുന്നു? ഇതൊക്കെ നമുക്ക് സംസാരിക്കേണ്ട കാര്യമുണ്ട്. ഗൗരവമായിട്ട് തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണം. സുതാര്യമായി ചർച്ച ചെയ്യാനുള്ള അവസരം ഗവൺമെൻറ് ഒരുക്കണം. ഇതുപോലെ അപകടം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ ആ മഹാമനസ്കതയടക്കം വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഗവൺമെന്റ് നാളെ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് എനിക്ക്. ഏതറ്റം വരെ ആ വിശ്വാസം മുന്നോട്ട് പോകും? ഇപ്പോൾ നയതന്ത്രപരമായി കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നവർ ഏത് സന്ദർഭത്തിലാണ് കുറ്റങ്ങൾ കണ്ടെത്തുക? അതിന് മാധ്യമ പ്രവർത്തകരെയും അവതാരകരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ദയവായി ക്ഷമിക്കുക. ശ്രീ MK ഭദ്രകുമാർ, ഒപ്പം ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, എൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻ്റർപ്രിട്ടേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ചർച്ചയിൽ ഇവിടെ വെച്ച് തന്നെ തീരേണ്ടതാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമ കൂടി ചോദിക്കുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ MK ഭദ്രകുമാർ, ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ.